നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പഠിക്കാത്ത ഞാനും പഠിച്ച് സിവിൽ സർവീസ് വരെ പാസ്സായ അവളും സമാസമം. രണ്ടാൾക്കും ഒരേ തൊഴിൽ. ഞാൻ കുടുംബശ്രീ ഹോട്ടലിൽ തീയൂതുമ്പം അവള് സത്യഭാമയുടെ വീട്ടില് തീയൂതും. അത്രേ ഉള്ളു വ്യത്യാസം. ആ പിന്നെ ഒരു വ്യത്യാസം കൂടിയുണ്ട്. ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് വരുമാനമുണ്ട്, പക്ഷേ അവക്കതുമില്ല. ഇതൊന്നും അവളെ കൊണ്ട് താങ്ങാൻ പറ്റില്ലടി. കുഞ്ഞായിരിക്കുമ്പോഴേ കളക്ടർ സ്വപ്നം ചങ്കിനകത്തിട്ടടച്ച് ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ വളർത്തിയതാ അവള്. ആ പക്ഷിക്കുഞ്ഞ് ചിറക് മുളച്ചു പറക്കാൻ വേണ്ടി ചിറക് വിടർത്തുമ്പോ ഒരു സത്യഭാമ വന്ന് അതിന്റെ കഴുത്ത് ഞെരിച്ചു കളഞ്ഞ അവളെ കൊണ്ട് അത് താങ്ങാൻ പറ്റൂടി? പറ്റില്ല, ഒട്ടും പറ്റില്ല. ശ്വാസം മുട്ടി പോകും അവൾക്ക്. അതിന്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞ് അവളും വിഷ്ണുവും തമ്മില് വഴക്കാകും. സത്യഭാമ അവളെ അടിച്ച് വീടിന് പുറത്താക്കും. പിന്നെ അവൾ എങ്ങോട്ടാടി പോവാ? ഇവിടേക്ക്, ശാരദാമ്മയുടെ വീട്ടിലേക്ക്. എന്നെ പോലെ കണ്ണീരും കൈയുമായിട്ട് ഇവിടെ കയറി വരും. പിന്നെ അവളും ഞാനും തമ്മിൽ എന്താടി വ്യത്യാസം? അത് കാണാൻ വേണ്ടിയാടി ശാരിക ഇപ്പൊ ജീവിക്കുന്നത്. അവളുടെ ജീവിതം ഈ കുടുംബശ്രീ വീടിന്റെ തറയില് ചില്ല് ഭരണി പോലെ വീണ് തകർന്ന് ചിതറുന്നത് എനിക്ക് കാണണം. അപ്പോഴേ ഞാൻ അനുഭവിച്ച നരകം എന്തെന്ന് അവക്ക് മനസ്സിലാകും. അത്രയും കണ്ട തൃപ്തിയാവോ വല്യേച്ചിക്ക്? അമ്മ ഞങ്ങള് രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് തെരുവിലിറങ്ങി തെണ്ടുന്നത്. പണ്ട് രാജേശ്വരി പറഞ്ഞതുപോലെ ഈ വീട് നിൽക്കുന്നിടത്ത് ഒരു കുളം കുഴിച്ച് അതിന് ഞങ്ങളുടെ കണ്ണീര് വീണ് നിറയുന്നതും കൂടി കാണണ്ടേ? അന്നത്തെ രാജേശ്വരി ഇന്നത്തെ ശാരികയും തമ്മിൽ ഒരു വ്യത്യാസമില്ല വല്യേച്ചി. പ്രതികാരം കൊണ്ട് നിങ്ങളുടെ രണ്ടാളുടെയും കണ്ണ് മൂടിപ്പോയി. പക്ഷെ മൂടിപ്പോയ കണ്ണിനുള്ളിൽ പണ്ട് നമ്മുടെ അമ്മയും നമ്മള് മൂന്ന് മക്കളും ഒന്നിച്ച് കണ്ട സ്വപ്നങ്ങളുണ്ടെന്ന് വല്യേച്ചി മറന്നു. ഇപ്പൊ പൊട്ടി തകർന്ന് വീണത് ആ കൂട്ടത്തിലൊരു സ്വപ്നമാ. അത് തകർന്നു വീഴുമ്പോ വേദനിച്ചില്ലെങ്കിലും ഒന്ന് സന്തോഷിക്കാതെങ്കിലും ഇരുന്നൂടെ? പക്ഷെ നിങ്ങളെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. പിശാചിന്റെ കോട്ടയായിപ്പോ നിങ്ങളുടെ മനസ്സ്. അവനവൻ നശിച്ചാലും വേണ്ടില്ല, മറ്റുള്ളവരുടെ തകർച്ച കാണണമെന്നുള്ള പിശാചിന്റെ മനസ്സ്. ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല ശാരികേച്ചി. ഒന്ന് പോയ അവിടുന്ന്. വലിയേച്ചി എന്നുള്ള ബഹുമാനം ഒന്നും ഇനി ഉണ്ടാവുമെന്ന് കരുതണ്ട. അമ്മയും കൂടി ഇറക്കി വിട്ട് വല്ലാതങ്ങ് പറന്നു. ഇനി മുകളിലേക്ക് കയറി പോകാന്ന് കരുതണ്ട. ചിറക് കരിഞ്ഞ് താഴേക്ക് വീഴാൻ പോവാ നിങ്ങള്. അന്ന് നിലത്ത് കടന്ന് പുഴുവരിക്കുമ്പോ ഒന്ന് കൈ പിടിച്ച് കര കയറ്റാൻ അമ്മയും കൂടപ്പറപ്പുകളും മാത്രമേ കാണൂ. അതിനെ അധികം വൈകില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.